ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ്. ഹാപ്പി മോർണിംഗ് പറഞ്ഞിട്ട് ഹാപ്പി ആണോ എന്നുള്ളത് എനിക്ക് അറിയുന്നില്ല. ഈ എഴുതി വിടലും ഒന്നും എനിക്കറിയില്ല. ഹാപ്പി മോർണിംഗ് ഹാപ്പിയാണോ? അല്ല അത് മോളോട് ഹാപ്പിയാണ്. ഹാപ്പിയാണെന്ന് ഞാൻ അറിയണമെങ്കിലേ ഇത് റൂമല്ലേ നിങ്ങള് ഹാപ്പി ആണെന്ന് ഞാൻ അറിയണമെങ്കിലേ തൊടുമ്പോ ക്യാമറ ഓൺ ആക്കണ്ടേ? പറ്റുന്നവര് ക്യാമറ ഓൺ ആക്കോ? ക്യാമറ ഓണല്ലല്ലോ നിങ്ങളത്? ഇല്ല, അജീത് സാറിനത് ഓണല്ല. ഓണാക്കോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കുറച്ചുപേര്, പറ്റുന്നിടത്തോളം ആളുകൾ. ഓക്കെ, നമ്മളുടെ ടോപ്പിക് എന്താണ്? അറ്റാച്ച്മെന്റ് ആണോ? ഡിറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് അല്ല, ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ്. ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങളുടെ ഒരു അഭിപ്രായം പറഞ്ഞാൽ? അധികം ഇൻവോൾവ് ആവാതെ അറ്റാച്ച്ഡ് ആവുക. അറ്റാച്ച്ഡ് ആവാം. ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാം. ഇവിടെ ഒന്ന് വന്നു പോയി. ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആവാം. ഓക്കെ. അതില് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റില് ഡിറ്റാച്ച്ഡ് എന്നുള്ള പാർട്ടിനെ നമുക്ക് എടുത്തൊഴിവാക്കിയിട്ട് അറ്റാച്ച്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ഡെഫിനിഷൻ പറഞ്ഞേ. അറ്റാച്ച്മെന്റ് ബന്ധപ്പെട്ട് കിടക്കുന്നത്. ഒരു സർക്കിള് വരച്ചിട്ട് ഒരു റൗണ്ട് വരച്ചിട്ട് ഒരാളെ ക്യാമറ ഓൺ ആക്കിയിട്ടുള്ളൂ. കുറച്ചുപേരും കൂടി ഓൺ ആക്കിയാൽ എനിക്ക് ഒന്നും കൂടെ ഒരു എനർജി വരും. ഒരു 2 മിനിറ്റ് അത് കഴിഞ്ഞാൽ ഓക്കെ. ഒരു റൗണ്ട് വരച്ചിട്ട് ഒരു സർക്കിള് വരച്ച് അതിന്റെ അകത്ത് പെട്ടുപോകുന്ന ഒരവസ്ഥ അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ. ഒരു റൗണ്ട് അല്ലെങ്കിൽ ഒരു ബോക്സ് അല്ലെങ്കിൽ ഒരു സ്ക്വയർ, അതിന്റെ അകത്ത് പെട്ടുപോകുന്ന ഒരവസ്ഥയാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് തിങ്ക് ചെയ്ത് നോക്കേ. ആ സർക്കിളിനകത്ത് അല്ലെങ്കിൽ ആ ഒരു ബോക്സിനകത്ത് ദുഃഖമാണ് എങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, ദുഃഖം തന്നെയായിരിക്കും. ഇനി ആ ഒരു സർക്കിളിനകത്ത് ആ ഒരു ബോക്സിനകത്ത് സന്തോഷമാണ് എങ്കിൽ ഇതിനപ്പുറം ആ സർക്കിളിനപ്പുറത്തെ സന്തോഷത്തെ കുറിച്ച് ചിന്തിക്കാനോ അതിനപ്പുറം സന്തോഷം ഉണ്ട് എന്ന് പോലും അറിയാൻ കഴിയാത്ത ഒരവസ്ഥ. ഇതാണ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ലോകത്ത് മിക്ക ആളുകളും ഈ ഒരു അവസ്ഥയിൽ പെട്ടുപോവാണ്. ആ ഒരു അറ്റാച്ച്മെന്റ് എന്നുള്ള അവസ്ഥയിൽ പെട്ടുപോവാണ്. എന്നിട്ട് പരിതപിക്കുകയാണ്, എന്ത്, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്ക് അംഗീകാരം കിട്ടുന്നില്ല, എനിക്ക് വിജയിക്കാൻ കഴിയുന്നില്ല, എനിക്ക് നേടാൻ കഴിയുന്നില്ല, എനിക്ക് കിട്ടുന്നില്ല എന്നൊക്കെ. നേടാൻ കഴിയണമെങ്കിൽ, കിട്ടാൻ കഴിയണമെങ്കിൽ നമ്മൾ ഇപ്പോഴുള്ള ഈ ഒരു സ്റ്റേജ്, ഈ ഒരു അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ നമുക്ക് നേടാൻ കഴിയുള്ളൂ. ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ലോ ഓഫ് അട്രാക്ഷൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, 100,000 ബുക്കിൽ ഞാൻ അഫർമേഷൻ എഴുതിയിട്ടുണ്ട്. കിട്ടുന്നില്ല, നേടുന്നില്ല, കിട്ടുന്നില്ല, നേടുന്നില്ല. കിട്ടണമെങ്കിൽ, നേടണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഏത് സ്റ്റേജിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞ ആ സർക്കിളിനകത്ത് നിന്നിട്ട് ആ സർക്കിളിനകത്ത്, ആ ബോക്സിനകത്ത്, ആ സ്ക്വയറിനകത്ത് നല്ല സന്തോഷമാണ്. പക്ഷെ അതിനപ്പുറം ഉള്ള സന്തോഷം കിട്ടാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കുറെ ബുക്ക് എഴുതിയിട്ടോ അഫർമേഷൻ എഴുതിയിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല. ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഒരു സ്റ്റെപ്പെങ്കിലും മുന്നോട്ട് വെച്ചേ പറ്റൂ. ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റിനെ ഒരു ഡെഫിനിഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഉടമസ്ഥ അവകാശം എന്ന തോന്നൽ ഇല്ലാതാക്കുന്നതിന് പകരം സംരക്ഷക അവകാശം തോന്നുന്ന ഒരവസ്ഥ എന്നാണ് പറയാം. ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റിന്റെ ഡെഫിനിഷൻ ചോദിക്കുകയാണെങ്കിൽ അതൊരു ഒപ്റ്റിമൽ മന്ത്രയാണെന്ന് പറയും. ഉടമസ്ഥാവകാശം അല്ലാതെ
സംരക്ഷകാവകാശം എന്നുള്ള അവസ്ഥ. അതൊരു സ്റ്റേജാണ്, ഒരവസ്ഥയാണ്. ഇപ്പൊ ചായ എന്താന്ന് ചോദിച്ചാൽ, ചോറ് എന്താന്ന് ചോദിച്ചാൽ, ഫോൺ എന്താ ചോദിച്ചാൽ, ബുക്ക് എന്താ ചോദിച്ചാൽ, അതൊക്കെ തിങ്സ് ആണ്, നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റും. പക്ഷെ ഈ ഒരു അവസ്ഥയെ എടുത്ത് കാണിക്കാൻ പറ്റാതെ നമ്മൾ തന്നെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കേണ്ട, റിയലൈസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഉടമസ്ഥാവകാശത്തിൽ നിന്ന് മാറി സംരക്ഷകാവകാശം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അറ്റാച്ച്മെന്റ് എന്നുള്ളത് ഉടമയും അടിമയുമാണ്. എന്റെ ഭാര്യ, എന്റെ മക്കൾ, എന്റെ കുടുംബം, എന്റെ ഫാമിലി, എന്റെ 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 ഇതാണ് അറ്റാച്ച്മെന്റില്. ശരിയാണ്, മിക്ക ഫാമിലീസിൽ മിക്ക ആണുങ്ങൾ പറയും, ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തത്, സാക്രിഫൈസ് ചെയ്തു, എന്റെ ലൈഫ് സാക്രിഫൈസ് ചെയ്തു, ഞാൻ അധ്വാനിക്കാൻ പോയി. സ്ത്രീകൾ പറയും, കുടുംബത്തിന് വേണ്ടിയിട്ട് എന്റെ ഒരുപാട് സ്വപ്നങ്ങളെ ഞാൻ മാറ്റിവെച്ചു എന്നൊക്കെ. അവിടെയൊക്കെ ഈ ഉടമയും അടിമയും അല്ലെ, ഉടമക്ക് അടിമയിൽ എന്തും അടിച്ചേൽപ്പിക്കാനുള്ള ഒരു അവകാശം അവിടെ ഉണ്ട്. അടിമകളെ കേട്ടിട്ടില്ലേ പണ്ട്? ആ ഒരു സ്റ്റേജാണ് ഈ അറ്റാച്ച്മെന്റ് ഉണ്ടാവുമ്പോ ഉണ്ടാവുക. ഉടമാവകാശം, എന്റെ 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 എന്നുള്ള ഒരു സ്റ്റേജ്. അതിൽ നിന്ന് മാറി സംരക്ഷിക്കാനാണ് നമുക്ക്, സംരക്ഷിക്കേണ്ട സ്റ്റേജാണ് നമുക്ക് വേണ്ടത്. അവിടെ എന്റെ എന്നതിൽ നിന്ന് മാറി ഓപ്പോസിറ്റുള്ള വ്യക്തിക്കും ആഗ്രഹങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്, നീഡ്സ് ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്, വീക്ക്നെസ് ഉണ്ട്. അതായത് സംരക്ഷിക്കുക, അവരുടെ എല്ലാ നെഗറ്റീവുകളോടും കൂടിയിട്ട് അവരെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു സ്റ്റേജ്, അതാണ് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ പറഞ്ഞേ, അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റിലും വിച്ച് ഈസ് ബെറ്റർ? വിച്ച് ഈസ് ബെറ്റർ? Second one. Yes. ഡിറ്റാച്ച്ഡ് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഞാൻ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് എന്ന സ്റ്റേജിലാണ് എന്ന് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുമോ? കോൺഫിഡൻസോട് കൂടി പറയാൻ പറ്റുമോ? Oh, പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല. വളരാൻ അനുവദിക്കാത്ത ഒരു അവസ്ഥയാണ് അറ്റാച്ച്മെന്റ്. അതെ. ഈ ചുമരുമല് നമ്മളിപ്പം മിക്ക വീടുകളും, പുതിയ വീടുകളില് വാൾപേപ്പറാണ് സ്റ്റിക്ക് ഓൺ ചെയ്യാം ചുമരുമല്. അത് നമ്മൾ നോർമലി പറയുന്ന കാര്യം അറ്റാച്ച്മെന്റ്, അതായത് ആ ചുമരിനോട് നമ്മൾ ഒട്ടിക്കുക ചെയ്യാം. പിന്നെ നമുക്കത് പെയിന്റ് ആണെങ്കിൽ നമുക്ക് അതിനെ സ്ക്രബ് ചെയ്തിട്ട് പുതിയത് അടിക്കണം. ഈ ഒരു വാൾപേപ്പർ ആണെങ്കിൽ വാൾപേപ്പർ വേറെയാണ്, അത് ഒട്ടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ, അതായത് റിമൂവ് ചെയ്യുമ്പോൾ പിടിച്ചു വലിച്ച് കീറിയാല് കംപ്ലീറ്റ് പോയി. അതേപോലെ ചുമരിൽ എന്തെങ്കിലും പോസ്റ്റർ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, അറ്റാച്ച്മെന്റിന്റെ കൺസെപ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതിനെ റിമൂവ് ചെയ്യുമ്പോൾ കീറി പറഞ്ഞിട്ടേ കിട്ടുള്ളൂ. അറ്റ് ദ സെയിം ടൈം ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് നമ്മൾ ഓരോ പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചുമരിൽ വെക്കുന്നുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണെങ്കിൽ ഈസി ആയിട്ട് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ ചുമരും കേടാവില്ല, ഈ പോസ്റ്ററിനെ നമുക്ക് എവിടെയും വെക്കാം, ആ പോസ്റ്ററും കേടാവില്ല. അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്മെന്റും, ഇതാണ് ഡിറ്റാച്ച്മെന്റിന്റെ കൺസെപ്റ്റ്. ഒന്നും കൂടി പറഞ്ഞുതരാം സിമ്പിൾ ആയിട്ട്. ഈ ഒരു ആശയം എനിക്ക് ഏറ്റവും ഡീപ്പായിട്ട് എൻ്റെ ഉള്ളിലേക്ക് കയറിയത് എൻ്റെ വീട്ടില് ഞാൻ ഒരുപാട് പ്ലാറ്റ്ഫോമിൽ ഒരുപാട് ആളുകളോട് ഷെയർ ചെയ്തൊരു കാര്യമാണ്, നിങ്ങളോടൊന്നും കൂടെ ഷെയർ ചെയ്യാം. എൻ്റെ വീട്ടിലെ ആദ്യം ബാത്റൂമിലെ മിറർ, വലിയ മിറർ ചുമരിനോട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ട് അതിന് 4 സൈഡും ടൈൽസ് ഒട്ടിച്ചിട്ടായിട്ടുണ്ടായിരുന്നു. കാരണം ചുമരിൽ മിറർ നിൽക്കണമെങ്കിൽ നന്നായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് നിൽക്കണം. ഒരു 6 months 1 year കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ ആ ഒരു ആവി വന്നിട്ട് ചെറുതായിട്ട് മിറർ കേടാവാൻ തുടങ്ങി. പിന്നെ റിനോവേഷന്റെ സമയത്ത് നമ്മൾ അന്വേഷിച്ചപ്പോൾ അവര് പറഞ്ഞത്, ഇത് ചുമരിനോട് ഇങ്ങനെ ഒട്ടിച്ച് അറ്റാച്ച്ഡ് ആയി നിന്നത് കാരണം എയർ സർക്കുലേഷൻ ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, 4 സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഈ മിററിനെ നമുക്ക്, പുതിയ മിററിനെ നമുക്ക് ഒരു ഗ്യാപ്പ് വെച്ചിട്ട് ചെയ്യാം, കേടാവില്ല. അങ്ങനെ രണ്ടാമത്തെ റിനോവേഷനിൽ അങ്ങനെ ചെയ്തതിന് ശേഷം മിറർ ഇപ്പോൾ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ആദ്യം
അറ്റാച്ച്മെന്റ് ആയത് കാരണം അതിൽ എയർ സർക്കുലേഷൻ ഇല്ല. അപ്പൊ വരുന്ന കംപ്ലീറ്റ് ആവി അതിന്റെ ഉള്ളിൽ കിടന്ന് സഫോക്കേഷൻ ആയിട്ട് മിറർ കേടായി. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ മനുഷ്യരെന്ന് പറയുന്നത് ഈ അറ്റാച്ച്മെന്റില് ഇങ്ങനെ കുടുങ്ങിയിട്ട് പൊസസീവ്നെസ് വന്നിട്ട് ശ്വാസം മുട്ടി ഇഞ്ചിഞ്ചായിട്ട് നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുക, ഇഞ്ചിഞ്ചായിട്ട് നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുക. മരണം എന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. പക്ഷെ ഭയം, ആങ്സൈറ്റി, നഷ്ടപ്പെടുവോ, ഇവരില്ലെങ്കിൽ അവരില്ലെങ്കിൽ എന്നുള്ള റിപ്പീറ്റഡ്ലി തോട്ട് വന്ന് 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 ഭയം, ആങ്സൈറ്റി ഒക്കെ വന്നിട്ട് കുറച്ചായിട്ട് നമ്മൾ നശിച്ചുകൊണ്ടിരിക്കുക ഈ അറ്റാച്ച്മെന്റ് ഉള്ള കാരണം. പറയുമ്പോ നല്ല രസമാണ്, എന്റെ മോൻ ഞാൻ പറയുന്നതേ അനുസരിക്കുള്ളൂ, എന്റെ മോൾ ഞാൻ പറയുന്നതേ അനുസരിക്കുള്ളൂ, എന്റെ ഭാര്യ ഞാൻ പറയുന്നതേ അനുസരിക്കുള്ളൂ, എന്റെ ഹസ്ബൻഡ് ഞാൻ പറയുന്നതേ അനുസരിക്കുള്ളൂ. പറയുമ്പോൾ നല്ല രസം. പക്ഷെ അതൊരു ലൈഫ് ലോങ് പ്രൊസീജിയർ ആവുമ്പോൾ നമ്മളെ ആങ്സൈറ്റിയിലേക്ക്, ഭയം എക്സ്ട്രീം ലെവലിലേക്ക്, ഈ കംഫർട്ട് സോൺ പൊട്ടിക്കാൻ കഴിയാതെ, ലൈഫിന് ഒരു ചേഞ്ച് വരാൻ കഴിയാതെ, ട്രാൻസ്ഫോർമേഷൻ വരാൻ കഴിയാതെ, വിജയിക്കാൻ കഴിയാതിരിക്കുന്ന ഒരുപാട് ശത്രുക്കളിൽ ഒരു പ്രധാനപ്പെട്ട ശത്രുവാണ് ഈ അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത്. സ്നേഹവും ലവും ലൈക്കും തമ്മിലൊരു ഡിഫറൻസ് എന്താ? ലവ് ലൈക്ക്, ലവ് വേഴ്സസ് ലൈക്ക് എന്ന് പറഞ്ഞേ. ഇഷ്ടം മാത്രം. ലൈക്ക് എന്ന് പറഞ്ഞാൽ ഇഷ്ടം. ലവ് എന്ന് പറഞ്ഞാല് സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ കഴിയാത്ത അമിതമായിട്ടുള്ള ഒരു കഠിനമായിട്ടുള്ള ഒരു ഇഷ്ടം. സ്നേഹം കഠിനമായിട്ടുള്ള ഒരു ഇഷ്ടം. സ്നേഹത്തെ എടുത്ത് കാണിക്കുകയാണെങ്കിൽ കാണിക്കാൻ പറ്റുമോ? കാണിക്കാൻ പറ്റൂല. ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫില് ആരെങ്കിലും ഒരാള് സ്നേഹത്തെ കുറിച്ച് ഞാൻ നന്നായി പഠിച്ചു, ഞാൻ ബുക്ക് വായിച്ചു മനസ്സിലാക്കി, വാ നമുക്ക് സ്നേഹിക്കാന്ന് പറഞ്ഞാല് വരുമോ? സ്നേഹം വരുമോ? വരില്ല. ലവ് ലൈക്ക് വേഴ്സസ് ലവ് ഡിഫറൻസ് ലൈക്ക് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെയാണ്. അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റും പോലെയാണ്. ലൈക്ക് എന്ന് പറയുന്നത് ഉടമസ്ഥാവകാശമാണ്. അപ്പൊ എന്റെ വീടിന്റെ മുറ്റത്ത് നല്ല ഭംഗിയുള്ള റോസ് ഞാൻ നട്ടു വളർത്തി, കഷ്ടപ്പെട്ട് നട്ടു വളർത്തി, റോസാപ്പൂ പൂ വിരിഞ്ഞു വരുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതാണ് ആഫ്റ്റർ ഇഫക്റ്റ്, ലാസ്റ്റ് റിസൾട്ട്. ആ പൂവിനെ ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞാൽ അതിനെ ലൈക്ക് എന്ന് പറയും. ആ പൂവിനെ അവിടെ തന്നെ വെച്ചിട്ട് അതിന്റെ ഭംഗിയെ ഞാൻ ആസ്വദിക്കുകയാണെങ്കിൽ അതിനെ ലവ് എന്ന് പറയും. രണ്ട് കൺസെപ്റ്റുകൾ. ഇതുപോലെയാണ് അറ്റാച്ച്മെന്റും ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റും. ഓക്കെ, രണ്ട് ഡെഫിനിഷൻ ഏകദേശം ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അറ്റാച്ച്മെന്റിന് കാരണങ്ങൾ അറിയണ്ടേ? വേണോ? വേണോ? വേണം. ഓക്കെ, അറ്റാച്ച്മെന്റ് ഉണ്ടാവാനുള്ള കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഭയമാണ്. എന്റെ ഹസ്ബൻഡ് ഇല്ലെങ്കിൽ എനിക്ക് വീടിന്റെ പുറത്തിറങ്ങാൻ കഴിയില്ല, ഒരു എക്സാമ്പിൾ. അല്ലെങ്കിൽ ഈ ഒരു കംഫർട്ട് സോണിൽ നിന്ന് ഇത് നഷ്ടപ്പെട്ടിട്ട് എനിക്ക് സക്സസ് ആവണമെങ്കിൽ ഈ ഒരു ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോബിനെ ചിലപ്പം എനിക്ക് മാറ്റി നിർത്തേണ്ടി വരും, വേറൊരു ജോലി ഞാൻ നേടേണ്ടി വരും. എനിക്ക് ഇന്ന ആളുകളെ എനിക്ക് തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയിട്ട് അടുത്തത് ചെയ്യേണ്ടി വരും. അതായത് ആ ഒരു ബോക്സിൽ നിന്ന്, റൗണ്ടിൽ നിന്ന് കാല് മുന്നോട്ട് വെക്കാനുള്ള ഭയമാണ് ഇതിന്റെ അറ്റാച്ച്മെന്റ് വരുന്നതിന്റെ കാരണം. രണ്ട് വ്യക്തികൾ തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണെങ്കിൽ ഒരു പരിധി വരെ രസമാണ്. ഒരു പരിധി കഴിഞ്ഞാൽ ഒരു വ്യക്തിയും ഒരാളും ലോകത്ത് പെർമനന്റ് അല്ല. ട്രാൻസ്ഫോർമേഷൻ നടന്നുകൊണ്ടേയിരിക്കും. ആരും പെർമനന്റ് അല്ല. ഒരു പരിധി കഴിഞ്ഞാൽ രണ്ട് വ്യക്തികളും വ്യത്യസ്തമായി ചിന്തിക്കുന്നത് കാരണം ഈ അറ്റാച്ച്മെന്റ് വീണ്ടും ബുദ്ധിമുട്ടാവും. ഇനിയിപ്പം ഒരാൾക്ക് മറ്റാളോട് മാത്രമാണ് അറ്റാച്ച്മെന്റ് എന്നാണെങ്കിൽ, ഞാൻ എന്റെ ഹസ്ബൻഡിനോട് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആണ്, പക്ഷെ ഈ ഹസ്ബൻഡിന് ഭാര്യയോട് ഇല്ല എങ്കിൽ ഭാര്യക്ക് എന്താ സംഭവിക്കുക? ഭാര്യ എക്സ്പെക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. സ്നേഹം കിട്ടണം കിട്ടണം കിട്ടണം, എനിക്ക് പരിഗണന കിട്ടണം, അംഗീകാരം കിട്ടണം. ഒരാളോടേ ഉള്ളൂ, മറ്റാളോട് കിട്ടണം കിട്ടണം എന്ന് പറഞ്ഞിട്ട് സ്നേഹം ബുക്ക് വായിച്ചിട്ട് ഞാൻ സ്നേഹിക്കാന്ന് പറയുന്ന പോലെ ഇത് കിട്ടില്ല. കിട്ടാണ്ടാവുമ്പോ എന്താ സംഭവിക്കുക? കിട്ടിയില്ല എന്നുള്ള നിരാശ, കുറ്റബോധ, സങ്കടം, കുഴിയിലേക്ക് വീണുകൊണ്ടായിരിക്കാം. ഭയം ഒന്ന്. നെക്സ്റ്റ്, ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം. ഞാൻ എന്താണ്, എനിക്കെന്താണ് എന്നുള്ള നമ്മളെ കുറിച്ചുള്ള യാതൊരു ബോധവും ഇല്ല. നമ്മളിങ്ങനെ ഡിപ്പെൻഡഡ് ആയിക്കൊണ്ടിരിക്കുക.
ക്ലൈംബേഴ്സ് ഇല്ലേ, ചെടി, ഒരു വടിമേൽ ഇങ്ങനെ ചുറ്റിക്കളിച്ചിട്ടാണ് അത് പോവാ. ആ വടി അങ്ങോട്ട് ഒഴിവാക്കി ആ ചെടി പോയി. നമുക്ക് വേണ്ടത് ഹൈവേയിലെ വടവൃക്ഷം പോലെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആയിട്ടുള്ള മരമായി മാറണം. ലാക്ക് ഓഫ് സെൽഫ് എസ്റ്റീം ആണ് ഒരു കാരണം. മൂന്നാമത്തത് മടി എന്ന് പറയും. മൂന്നാമത്തെ കാരണം മടി എന്ന് നമ്മൾ ലേബൽ ഇടുന്നത് എന്താന്ന് വെച്ചാല് കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കോൺസിക്വൻസസ് സ്വീകരിക്കാൻ കഴിയാത്ത ഫിയർ. ആ ബോക്സിൽ നിന്ന് കാലെടുത്ത് വെച്ചാൽ നഷ്ടപ്പെടുമോ എന്നുള്ള തോട്ട് റിപ്പീറ്റഡ്ലി വരുമ്പോഴാണ് അത് എന്തിലേക്കായി മാറുകയാണ്, മടിയിലേക്കായി മാറുകയാണ്. പിന്നെ അതൊരു നമ്മൾ ഡെവലപ്പായി വരുന്ന ഒരു കണ്ടീഷൻ, കുഞ്ഞുനാളില് ഡെവലപ്പായി വരുന്ന ഒരു കണ്ടീഷൻ, കേട്ടുകൊണ്ട് വളർന്ന് കണ്ടുകൊണ്ട് വളരുന്ന ഒരു സ്റ്റേജ് ആണ്. അതായത് ഹസ്ബൻഡ് ആണ് അല്ല പാരന്റ്സ് ആണ് മക്കളെ ഒരു സ്റ്റേജിലേക്ക് എത്തേണ്ടത്, അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ ഹസ്ബൻഡ് ആണ്, ഹസ്ബൻഡിന്റെ ഉത്തരവാദിത്തമാണ്, ഇങ്ങനെ അത് കഴിഞ്ഞാൽ മക്കളുടെ ഉത്തരവാദിത്തമാണ്. ഇങ്ങനെ നമ്മുടെ സൊസൈറ്റി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടീഷൻ. കുഞ്ഞുനാളിലെ നീ ഒറ്റക്ക്, ഞങ്ങൾ ഇവിടെ ഉണ്ട്, പാരന്റ്സ് ഇവിടെ ഉണ്ട്, നീ നിന്റെ സ്കില്ല് ഡെവലപ്പ് ആക്കാൻ നീ നിന്റെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിക്കൂ എന്നുള്ള സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വ്യക്തിയും അറ്റാച്ച്ഡ് ആവില്ല. ഡെവലപ്മെന്റ് സ്റ്റേജ് മുതലേ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങൾ എന്നെ കേൾക്കുന്ന നിങ്ങൾ അറ്റാച്ച്ഡ് ആണെങ്കിൽ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റിലേക്ക് കൊണ്ടുവരണം. ഇതിനി എങ്ങനെ പ്രാക്ടീസ് ചെയ്യും എന്നുള്ള 1-2 ടിപ്പും കൂടെ പറഞ്ഞുതരാം. 52 ആയി. സോൾ കോൺഷ്യസ്നെസ് എന്ന് പറയും. നമ്മുടെ ഉള്ളില് നമ്മൾ അറിയാത്തൊരു നമ്മള്, നിങ്ങൾ കണ്ടുപിടിക്കാത്തൊരു നമ്മള്. ഞാൻ ധൈര്യപൂർവ്വം കോൺഫിഡൻസോട് കൂടി എനിക്ക് പറയാൻ പറ്റും ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് എന്നുള്ള ഒരു സ്റ്റേജിലാണ് ഞാൻ എന്നുള്ളത്. ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് ആക്ച്വലി ഒരു സ്പിരിച്വൽ വേയും കൂടെയാണ്. ജനിക്കുന്നത് ഞാൻ ഒറ്റക്ക്, മരിക്കുന്നത് ഞാൻ ഒറ്റക്ക്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ജീവിക്കാനും എനിക്ക് ഒറ്റക്ക് സാധിക്കും എന്നുള്ള ഒരാശയം നമ്മൾ ഉള്ളിലോട്ടേക്ക് കൊണ്ടുവരണം. തീർച്ചയായും പറ്റും, പ്രാക്ടീസിലൂടെ നമുക്ക് പറ്റും. സോൾ കോൺഷ്യസിലേക്ക് പോവുക എന്നുള്ളതാണ് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു വഴി. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ അറ്റാച്ച്ഡ് ആയത് എന്നുള്ള റീസൺ നമ്മൾ തന്നെ കണ്ടുപിടിക്കുക, അതിനെ വർക്ക്ഔട്ട് ചെയ്യാം, ഇമോഷൻസിന് ബാലൻസ് ചെയ്യാം. നമ്മളിപ്പം ഹോസ്പിറ്റലുകളിലൊക്കെ പാക്കേജാ, ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക, ഷുഗർ ടെസ്റ്റ് ചെയ്യുക, അത് ടെസ്റ്റ് ചെയ്യുക, ഇത് ടെസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പാക്കേജാണ്. തൈറോയിഡ് ഉണ്ടോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ എന്റെ മെന്റൽ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ, അതായത് മെന്റൽ ടെസ്റ്റ് എന്ന് പറയും, അതാണ് നമ്മളൊക്കെ ചെയ്യേണ്ടത്. എന്റെ ഫീലിങ്സ് എന്താണ്, എന്റെ തോട്ട് എന്താണ്, എന്റെ ഇമോഷൻസ് ഇപ്പം ഏത് ലെവലിലാണ് എന്നാണ് സത്യത്തിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക, എന്റെ സ്ട്രെങ്ത്, സെൽഫിന്റെ സ്ട്രെങ്ത് കണ്ടുപിടിക്കുക, വീക്ക്നെസ് കണ്ടുപിടിക്കുക, വീക്ക്നെസ്സും കണ്ടുപിടിക്കണം, വീക്ക്നെസ്സിനെ അക്സെപ്റ്റ് ചെയ്യണം. ഇന്നത്തെ ഈ നിമിഷത്തിൽ 100% മൈൻഡ്ഫുൾ ആയിട്ട് ജീവിക്കാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് വർക്ക്ഔട്ട് ആവാനുള്ള ഒരു ടിപ്പാണ്. നമ്മൾ ആരും ഇന്ന് 100% ഈ ഒരു നിമിഷത്തെ മൈൻഡ്ഫുൾ ആയിട്ട് നിൽക്കാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. മിക്കപ്പോഴും പാസ്റ്റിലായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും ഫ്യൂച്ചർ. പാസ്റ്റിലെ കുറെ എക്സ്പീരിയൻസ് ഇങ്ങനെ തലയിൽ പേറി നടക്കുക മേ ബി, അല്ലെങ്കിൽ ഭാവി എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും എന്നുള്ള ഭാവിയെ കുറിച്ചിട്ടുള്ള ആൻസൈറ്റി. ഈ നിമിഷത്തിലേക്ക് ജീവിക്കാൻ വരിക. ഇത്രയാണ് ടിപ്സ് ഉള്ളത്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരൊറ്റൊരു ടെക്നിക്ക് ഉണ്ട്. അതറിയണമെങ്കിൽ എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്യും. ഓക്കെ, എന്തെങ്കിലും അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ടോപ്പിക് സെഷൻ ഫുൾ അറ്റാച്ച്മെന്റ് ഓൺലി ടു ഗോഡ് മീൻസ് സോൾ. നമ്മളോട് മാത്രമേ അറ്റാച്ച്മെന്റ് പാടുള്ളൂ. നമ്പർ ആ പോസ്റ്ററിലുണ്ട്. സാബ്ര എന്റെ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടോ.
എന്തെങ്കിലും മാമിന്റെ സംശയം? പേരെന്താണ്? എന്റെ പേര് ബിനീഷ അനീസ്. EFT പ്രാക്ടീഷണർ ആണ്. സ്കിൽ നെസ്റ്റ് വ്യൂമാനിഫെസ്റ്റിലെ ഫൗണ്ടർ ആണ്. ഓക്കെ, ഞാനൊരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. EFT ആണ്, ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. ഇന്നലെ ഇതെല്ലാം നമ്മൾ പോസ്റ്റ് നിങ്ങള് ചെയ്യണുണ്ടല്ലേ? ഇന്നലെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പോസ്റ്റ്, പുതിയ ഗ്രൂപ്പിൽ കയറാൻ പറഞ്ഞിട്ട് ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, അതല്ലേ? അതെ അതെ അതെ. പോസ്റ്ററിലുണ്ട് എന്റെ നമ്പർ. എന്തെങ്കിലും സംശയം ചോദിക്കണ്ടോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാണ്, ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ടായിരുന്നോ എന്റെ സംസാരം? അതെ അതെ, മാഷാ അല്ലാ. അതിന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്, ശരിക്കും മനസ്സിലാക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒരു വെടിക്കെട്ട് പോലെയുള്ളൂ. ഡീപ്പ് ലെവലില് ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റ് പ്രാക്ടീസ് ചെയ്താൽ നമുക്ക്, എന്റെ നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളൂ, 9947692854. ഓക്കെ. ശരിക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ അത് ജീവിതത്തിൽ എങ്ങനെല്ലാം പ്രാക്ടീസ് ആക്കുന്നുള്ളത് ഇപ്പോഴും കൺഫ്യൂഷൻ ആണ്. ഓക്കെ, നഷാത്ത് മാമിന് ഇപ്പം ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നോർമലി നമ്മള് ലേഡീസിന് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് ടേബിളിൽ അത് സെർവ് ചെയ്ത് വെച്ചിട്ട് മറ്റുള്ളവർ അത് കഴിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു ആത്മസംതൃപ്തി ഉണ്ട് അല്ലേ? വാവ് എന്ന് പറയുമ്പോ ആക്ച്വലി മാം ആ ഫുഡ് ഒരൊറ്റ ദിവസം കൊണ്ടാണോ പഠിച്ചെടുക്കുക? അല്ല, അല്ല. ഓരോ ദിവസം. അതെ, ആദ്യം ഒന്ന് യൂട്യൂബിലാണെങ്കിൽ യൂട്യൂബ് ഒന്ന് കാണും, എന്നിട്ട് അതിലെ ഇൻഗ്രീഡിയൻസ് വാങ്ങി അത് ഉണ്ടാക്കിയിട്ടല്ലേ അത് നല്ലൊരു ലാസ്റ്റിലേക്ക് എത്തുക. പിന്നെ വീണ്ടും അതിലേക്ക് കുറെ ചേഞ്ചസ് വരുത്തും അല്ലെ? പുതിയത് അതേപോലെ കാണുമ്പോൾ അതെ, സത്യത്തില് അതിനേക്കാൾ ഇമ്പോർട്ടന്റും അതിനേക്കാൾ പ്രാധാന്യവുമാണ് നമ്മൾ എന്താണ് എന്ന് നമ്മൾ പഠിക്കേണ്ടത്. ഞാൻ ആരാണ് എന്ന് നമ്മൾ പഠിക്കണം. സത്യത്തില് നമ്മൾ എപ്പോഴും പഠിക്കുക മറ്റുള്ളവരെയാണ് പഠിക്കുക. ഹസ്ബൻഡിനെ പഠിക്കുക, എനിക്കെന്ത്, എന്നോടൊരു വാവ് പറയണം അവര്. അമ്മായിമ്മനെ പഠിക്കുക, എന്നോടൊന്ന് അവര് വാവ് പറയണം. നമ്മൾ നമ്മുടെ സറൗണ്ടിങ്സിനെയാണ് പഠിക്കുക. സറൗണ്ടിങ്സിനെ അല്ല നമ്മൾ പഠിക്കേണ്ടത്, നമ്മൾ നമ്മളെയാണ് പഠിക്കേണ്ടത്. ഞാൻ എന്താ, എന്റെ ഇമോഷൻസ് എന്താ, എന്റെ ഫീലിങ്സ് എന്താ, എന്തിനാണ് എനിക്കിപ്പം ദേഷ്യം പിടിക്കണത്, ഇനി എനിക്ക് അടുത്ത ലെവലിലേക്ക് പോകണമെങ്കിൽ എനിക്ക് എന്തൊക്കെ വേണം? ഞാൻ 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 അവിടെ സെൽഫിഷ്നെസ് അല്ല, സെൽഫ് ലവ്. പോവാൻ മതി, കോൺഫിഡന്റ് ലെവൽ കൂടും, സെൽഫ് എസ്റ്റീം കൂടും, സെൽഫ് ലവ് ഡീപ്പ് ലെവലിൽ നമ്മുടെ ഉള്ളിലോട്ടേക്ക് കയറും. സെൽഫ് ലവ് വർദ്ധിപ്പിക്കലും ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റിന്റെ ഒരു ക്രൈറ്റീരിയ. ഞാനത് അനുഭവിച്ച് ആ ട്രെയിനിങ് ചെയ്ത ആളാണ്. അതുകൊണ്ട് നമുക്ക് ഒരാളെ സഹായം വേണം. ചെയ്തു കഴിഞ്ഞാൽ റിസൾട്ട് ഉറപ്പാണ്. കാരണം നമ്മൾ കുറെ കാര്യങ്ങൾ മാറ്റി വെക്കാണ്ട്, നമ്മൾ വേണ്ടെന്ന് വെച്ച കാര്യങ്ങൾ കുറെ നമ്മൾ എടുത്ത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാവുള്ളൂ. നമ്മൾ അടിപൊളിയാവും. ഞാൻ ഇപ്പൊ അടിപൊളിയായിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാൻ EFT ഫോക്കസ് ചെയ്യുന്നത് വിമൻസിന് മാത്രമാണ്, എല്ലാവർക്കും യൂസ്ഫുൾ ആണ്. ഇതിൽ ജെൻസ് ഉണ്ടാവും എനിക്കറിയാം. വിമൻസിനെ ഫോക്കസ് ചെയ്യാനതിന്റെ കാരണം എന്താന്ന് വെച്ചാല് നമ്മളെ ചുറ്റപ്പറ്റിട്ടാണ് നമ്മുടെ ഫാമിലി, കുടുംബം പോകുന്നത്, സ്വാഭാവികം. കാരണം നമ്മള് കണക്റ്റഡ് ആണ് എല്ലാ കാര്യങ്ങളും. അങ്ങനെയാണ് ലോകം എന്ന് പറയുന്നത്. നമ്മള് 100% പീസ്ഫുൾ ആണ്, ഹാപ്പിയാണ്, സ്റ്റേബിൾ ആണ് എങ്കിൽ നമ്മുടെ വീട് സ്റ്റേബിൾ ആണ്. നമ്മൾ സങ്കടത്തിലാണെങ്കിൽ നമ്മളെ വീട് സങ്കടത്തിലാണ്. നമ്മൾ ഹാപ്പി ആയി കഴിഞ്ഞാൽ നമ്മളെ വീട് സ്റ്റേബിൾ ആയി കഴിഞ്ഞാൽ ഞാൻ സ്റ്റേബിളായി, വീട് സ്റ്റേബിളായി, സമൂഹം സ്റ്റേബിളായി, ലോകം സ്റ്റേബിളായി. കറക്റ്റ് ആയിട്ടുള്ള ഒരു മിഷനോട് കൂടിയിട്ടാണ് ഞങ്ങളുടെ പ്ലാറ്റ്ഫോം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 7 ബാച്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. 8ാമത്തെ ബാച്ചിന്റെ അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുന്നു. എവിടെ സ്ഥലം? ഞങ്ങൾ കോഴിക്കോട്. മാമിന്റെ നമ്പർ ഒന്നും കൂടി പറഞ്ഞുതരുമോ? ഇവിടെ മെസ്സേജിലുണ്ട്. മെസ്സേജ് ഇട്ടിട്ടുണ്ട്. എവിടെ ഗ്രൂപ്പിലുണ്ടോ? ഇതിലിട്ടിട്ട് 9947692854. 4769284. ഓക്കെ, എന്തെങ്കിലും ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.
ഇനിയും കാണാം. 1 ഇയർ പ്രൊജക്റ്റ് ആണ് ഇത്. നമ്മുടെ പ്രൊജക്ടിന്റെ ഭാഗമാണ്. ഈ ഒരു സമയത്തിന് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി എന്ന് അറിഞ്ഞതിൽ സന്തോഷം. പക്ഷേ വീണ്ടും പറയുന്നു, ഡിറ്റാച്ച്ഡ് അറ്റാച്ച്മെന്റിന്റെ കുറച്ചേ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. കുറച്ച് മാം ഇട്ട് തന്നതാണ്, ബാക്കി നമ്മൾ തിങ്ക് ചെയ്യാൻ വേണ്ടി. ബാക്കി നിങ്ങൾ ആ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം, നിങ്ങൾ എന്ന ഡിഷിന്. ഓക്കെ മാം, താങ്ക്സ്. നമ്മൾ കുറെ നെഗറ്റീവ് എനർജിയോട് കൂടെ കടന്നു പോണാണ്. അതുകൊണ്ട് നമുക്ക് എന്തായാലും പോസിറ്റീവ് ആക്കേണ്ടി വരും. അതിന് ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതിന്റെ ചെയ്യാം. ഓക്കെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. താങ്ക് യു. Thank you, ma'am. താങ്ക് യു മാം.